ഇറാനിലെ പുതിയ ആശങ്ക ട്രംപിന്റെ മനംമാറ്റമാണ്. ആർക്കു മുൻപിലും കീഴടങ്ങാത്ത ട്രംപ് ഇറാൻ ആക്രമണം നടത്തിയിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒന്നുകിൽ അയാൾക്ക് മാനസാന്തരം വന്നു, അല്ലെങ്കിൽ അയാൾക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് ലോകം ഇപ്പോൾ ഞെട്ടലോടുകൂടി കാണുന്ന കാര്യം. ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ട്രംപ് തന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയത്. മറ്റു രാജ്യങ്ങൾ പോട്ടെ, അമേരിക്ക പോലും ഈ പ്രസ്താവനയിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഖത്തറിനെ ആക്രമിച്ച ഇറാനെ അമേരിക്ക കടന്നാക്രമിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ട്രംപിന്റെ വിട്ടുവീഴ്ച പോസ്റ്റ്. അതിനിടെ ഇറാനെ സഹായിക്കാനായി നേരിട്ടിറങ്ങില്ലെന്നും ആണവായുധം നൽകില്ലെന്നും വ്യക്തമാക്കി റഷ്യ രംഗത്ത് വന്നിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് റഷ്യ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച റഷ്യ അമേരിക്കയുടെ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. അമേരിക്കൻ ആക്രമണം ലക്ഷ്യം നേടില്ലെന്നും റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് വിവരിക്കുകയുണ്ടായി. തങ്ങൾ ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമെന്നും മെദ്വദേവ് വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ പ്രത്യേക കത്തുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു റഷ്യയുടെ കൂടുതൽ സഹായം തേടിയിട്ടുള്ള നിർണായക സന്ദർശനം. പുടിനുമായി അറാഗ്ചി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇറാനെ സഹായിക്കാനായി റഷ്യ നേരിട്ടിറങ്ങില്ലെന്ന സന്ദേശമാണ് ലഭിച്ചത്. പശ്ചിമേഷ്യയിലെ US-ന്റെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. 100 വിമാനങ്ങൾ ഒരേ സമയം നിർത്തിയിടാൻ സാധിക്കുന്ന തരത്തിൽ 60 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ വ്യോമതാവളത്തിൽ 10,000 US സൈനികരുമുണ്ട്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ ഇവിടം കേന്ദ്രമാക്കിയാണ് US നടത്തിയിരുന്നത്. 1996 ഈ വ്യോമതാവളം US സ്ഥാപിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. ഇതെല്ലാം ഇറാൻ ലക്ഷ്യമിടുമെന്ന സൂചനയും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇറാനെ വെറുതെ വിടുന്നുവെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ട്രംപ് പറയുന്നതിൽ എല്ലാം ഏറെ അസ്വാഭാവികതകളുണ്ട്. നേരത്തെ 2 ആഴ്ച കഴിഞ്ഞ് ഇറാനെ ആക്രമിക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെ ആക്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ പുതിയ പ്രസ്താവനയും വല്ലാതെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഏത് നിമിഷം വേണമെങ്കിലും അതെല്ലാം മാറി മറിയാം. അതിനിടെ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. വെടിനിർത്താൻ ഇതുവരെയും തീരുമാനിച്ചില്ലെന്നും ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ തിരിച്ചടിക്കില്ലെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രതികരിച്ചത്. ഖത്തറിലെ ഇറാൻ ആക്രമണത്തിൽ ട്രംപിന്റെ കിളി പോയി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ വിദൂര സാധ്യത പോലുമില്ല. എന്തായാലും ഇത് ട്രംപിന്റെ അടുത്ത നാടകമാണോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.